എല്ലാറ്റിലും ദൈവമുണ്ട്. അത് തന്നെയാണ് മലയാള സിനിമാ പാട്ട്. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു, അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളിയിരിക്കുന്നു എന്നുള്ള പാട്ട് ഈശാവാസ്യോപനിഷത്താണ്. എല്ലായിടത്തും ദൈവമാ. പണ്ട് പാക്കനാർ, പറയിവറ്റ പന്തിരുകുലത്തിലെ പാക്കനാര് മഹാബുദ്ധിശാലിയാണ്, പക്ഷെ താണജാതിയാണ്. ഈ പാക്കനാര് നാട്ടിലുള്ള ഇല്ലത്തെ നമ്പൂതിരിയുമായിട്ട് എപ്പോഴും വേദാന്ത ചർച്ചകൾ നടത്തും. ആ ചർച്ചകൾ നടത്തുന്ന ഒരു ദിവസം ഇല്ലത്തൊരു സദ്യക്ക് ഭക്ഷണം ബാക്കി വന്നപ്പോ 40 അടി ദൂരെ വിളമ്പിക്കൊടുത്തു പാളയിൽ. പാക്കനാരും മിഷ്ടാന്നം കഴിച്ചു. സദ്യ കഴിച്ചാലുണ്ടല്ലോ ഒരു ഉറക്ക് വരുത്ത്. പാക്കനാർക്കൊന്ന് ഉറങ്ങണം, ഉറങ്ങാൻ വീടില്ല. മരത്തിന്റെ ചുവട്ട് കിടന്നുറങ്ങിയാൽ ഇഷ്ടം പോലെ പുലികളും കടുവകളുള്ള കാലത്ത് പിടിച്ചു തിന്നു കളയും. എവിടെയാ ഒന്ന് കയറി കിടക്കുക. പാക്കനാറ് പോകും. നോക്കുമ്പോ ഉച്ചപൂജ കഴിഞ്ഞിട്ട് പൂജാരി ശ്രീകോവിൽ അടച്ചു പോയിരിക്കുന്നു. അതിന് കുറ്റിയൊന്നും ഇട്ടില്ല. അന്ന് സ്വർണവും വെള്ളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓണ്ടാമ്പൽ ഇട്ടിട്ട് പോയതാ. ഇനി സന്ധ്യാപൂജക്കെ വരൂ, അതുവരെ അതിൻ്റെ അകത്ത് കയറി കിടക്കാന്ന് വിചാരിച്ചു പാക്കനാര് കയറി അതിൻ്റെ അകത്ത് കിടന്നു. കിടക്കുമ്പോൾ നമുക്കെല്ലാം ഉറക്കത്തൊരു ശീലം ഉണ്ടാവും. ചില ആൾ കാലെടുത്തിട്ട് വേറെ ആളെ പരടിക്ക് വെക്കൂ, ചില ആൾ കൈയെടുത്തിട്ട് കാലിൻ്റെ ഇടയിൽ കൊണ്ടേക്കൂ. അങ്ങനെ പല മോഡൽ ഉറക്കമുണ്ട്. പാക്കനാരുടെ ഉറക്കം എന്താ പറഞ്ഞാൽ കാലെഴുതി ഉയരത്തിലെടുത്ത് വെക്കും, കാല് പൊന്തിച്ചെടി ഉറക്കും. അറിയാണ്ട് ചെയ്യുന്ന പാക്കനാര് ഉറക്കത്ത് കാലെടുത്തിട്ട് വിഗ്രഹത്തിന്റെ തലയിലട വെച്ച്. സന്ധ്യാപൂജക്ക് പൂജാരി വന്ന് വാതിൽ തുറക്കുമ്പോൾ ഇയാൾ ഉറക്കം എന്നെ വിഗ്രഹവും ചവിട്ടിയിട്ട് താണജാതിക്കാരൻ കിടക്കുന്നു. പൂജാരി നാട്ടുകാരോട് പറഞ്ഞു, ഭയങ്കര സംഭവമുണ്ട്, ദൈവത്തിന്റെ തലയിൽ കാലും വെച്ചിട്ടുണ്ട്, പാക്കനാര് കിടക്കുന്നു. നാട്ടുകാർ വടിയും കുന്തവും എടുത്തിട്ട് ഇവനെ അടിച്ച് കൊല്ലണം പറഞ്ഞിട്ട് നാടളകി വന്നു. പക്ഷെ അകത്ത് കയറിയപ്പോൾ പാക്കനാരാന്ന് മനസ്സിലായപ്പോൾ ആരും അങ്ങ് അടുക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ? ഇതാരാള്? മേഴത്തോൾ അഗ്നിഹോത്രി എന്ന മഹാമാന്ത്രികന്റെ സഹോദരൻ, ഉളിയന്നൂർ പെരിന്തച്ചന്റെ വായില കുന്നിലപ്പന്റെ തിരുവരങ്കത്ത് മഹാവിഷ്ണുവിനെ പാട്ടുപാടി ഉണർത്തിയ തിരുവരങ്കത്ത് പാണനാരുടെ നാരായണത്ത് ഭ്രാന്തന്റെ സഹോദരനാണ്. ആർക്കും ധൈര്യമില്ല. അപ്പൊ ഇയാളോട് ആര് പറയും? അപ്പൊ പറഞ്ഞു, ആ നമ്പൂരിനെ വിളിക്ക്. ഇയാളുമായിട്ട് ചർച്ച നടത്തുന്ന ആളല്ലേ. നമ്പൂരിനെ വിളിച്ചു. നമ്പൂരി പാക്കനാരെ വിളിച്ചു. പാക്കനാരേ എന്താ കഥ? ദൈവത്തിന്റെ തലയിലാ കാല് വെക്കുക. അപ്പൊ ഉടൻ തന്നെ പാക്കനാര് ചോദിച്ചു, തിരുമേനി കഴിഞ്ഞ ആഴ്ചയല്ലേ എന്നെ ഈശാവാസ്യോപനിഷത്ത് പഠിപ്പിച്ച് എല്ലായിടത്തും ദൈവം ഉണ്ടെന്ന്? അതെ, ഞാൻ ഇപ്പൊ തന്നെ കാല് മാറ്റാം, ദൈവം ഇല്ലാത്തൊരു സ്ഥലം കാണിച്ചു തന്നു. ദൈവം ഇല്ലാത്തൊരു സ്ഥലം കാണിച്ചാ ഞാൻ ഇപ്പൊ എന്റെ കാലം അങ്ങോട്ട് മാറ്റി വെക്കാം. ആ നമ്പൂരി പാക്കനാരെ തൊഴുതുന്ന കഥ.